നമസ്കാരം. ഇൻസൈഡിലേക്ക് സ്വാഗതം. ഹമാസിന് ഒരു അന്ത്യശാസനം നൽകുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കരാർ അനുസരിച്ച് ബന്ദികളെ വിട്ടയച്ചപ്പോൾ അവരുടെ രൂപം കണ്ട് അങ്ങേയറ്റം രോഷത്തോടുകൂടി ട്രംപ് ഹമാസിന് താക്കീത് നൽകുകയാണ്. അമേരിക്ക പലസ്തീൻ ഏറ്റെടുക്കാനായി പോകുന്നു. ഒരു പലസ്തീനുകളും ഇനി ഗാസയുടെ മേൽ അവകാശം ഉന്നയിച്ച് രംഗത്ത് വരികയും വേണ്ട. ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ ബന്ദിമോചനം അവസാനിപ്പിക്കുമെന്ന് ഹമാസ് പറയുമ്പോൾ ഹമാസിനെ തന്നെ പൂർണ്ണമായും തുടച്ചു നീക്കാൻ ഇസ്രയേലിനൊപ്പം അമേരിക്കയും ഇറങ്ങുകയാണ്. എല്ലാ ബന്ദികളെയും ശനിയാഴ്ച ഉച്ചയോടുകൂടി വിട്ടയച്ചില്ലെങ്കിൽ വെടിനിർത്തൽ കരാർ തങ്ങൾ തന്നെ അവസാനിപ്പിക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രി മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാണ് ബന്ദികളുടെ ദൃശ്യങ്ങൾ താൻ കണ്ടു, അവർ വളരെയധികം ക്ഷീണിച്ചിരിക്കുന്നു, ഏറ്റവും അധികം മോശം അവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോയിരിക്കുന്നതെന്നും ട്രംപ് പറയുകയാണ്. ഞാൻ ബന്ദികളെ നോക്കി, അവർ മെലിഞ്ഞു, 1930കളിലെ എന്തോ പോലെ ഓർമ്മ വന്നു. വളരെ തികഞ്ഞ അപമാനമായിട്ടാണ് ഇതിനെ നോക്കി കാണേണ്ടത്. ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പ് പോലെയാണ് തോന്നിയത്. അവർ ഹോളോകാസ്റ്റിൽ നിന്നും പുറത്തു വരുന്നത് പോലെ തോന്നുന്നുവെന്നാണ് ട്രംപ് പറയുന്നത്. ബന്ദികളെ പൂർണ്ണമായും വിട്ടയച്ചില്ലെങ്കിൽ ഹമാസിനെതിരായിട്ടുള്ള ആക്രമണത്തിൽ അമേരിക്കൻ സൈന്യം ഇസ്രയേലിനൊപ്പം ചേരുമോ എന്നൊരു ചോദ്യം മാധ്യമപ്രവർത്തകർ ഉന്നയിച്ചപ്പോൾ ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഹമാസ് തന്നെ മനസ്സിലാക്കുമെന്നാണ് ട്രംപ് മറുപടി പറയുന്നത്. ബന്ദികളിൽ പലരും മരിച്ചുവെന്ന് താൻ തന്നെ അനുമാനിക്കുന്നു. സ്വന്തം അഭിപ്രായമാണ് ഇത് പറയുന്നത്. ഇസ്രയേലിന് അത് സാധ്യമാക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. അതിനുവേണ്ടി എല്ലാ സഹായവും അമേരിക്കയുടെ ഭാഗത്തു നിന്നും ട്രംപ് ചെയ്തു കൊടുക്കുകയും ചെയ്യും. ഇതിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് ഞങ്ങളല്ല, മറിച്ച് ഇസ്രയേലാണെന്നും ട്രംപ് പറയുകയുണ്ടായി. ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് 2023 ഒക്ടോബർ 7-ാം തീയതി നടത്തിയ ഹമാസ് ആക്രമണത്തിൽ അന്ന് പിടിച്ചെടുത്ത 73 ഇസ്രയേലികളെ ഹമാസ് തടവിലാക്കിയിരുന്നു. അതിൽ 39ഓളം പേർ മാത്രമേ ജീവിച്ചിരിപ്പുള്ളൂ എന്നാണ് വിശ്വസിക്കുന്നത്. ഏകദേശം 34ഓളം ആളുകൾ മരണപ്പെട്ടുവെന്നാണ് കരുതുന്നത്. 2025 ജനുവരി 19 പ്രാബല്യത്തിൽ വന്ന വെടിനിർത്തൽ കൈമാറ്റ കരാറിൽ ഇതുവരെ 21 ബന്ദികളെയാണ് മോചിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് 73 പേരിൽ 21 ആളുകളെ മാത്രം മോചിപ്പിക്കാൻ ഇതുവരെയും ഹമാസിന് സാധിച്ചിരിക്കുന്നത്. ഏറ്റവും ഒടുവിലേക്ക് എത്തുമ്പോൾ ഏറ്റവും അധികം ഭയമുണ്ടാകുന്നതും ഹമാസിന് തന്നെയാണ്. ഗാസയിൽ വെടിനിർത്തൽ കരാറിൽ ഒരു അനിശ്ചിതത്വം ഇതിനിടയിൽ സംഭവിച്ചിരുന്നു. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ അടുത്ത ഘട്ട ബന്ദിമോചനം നിർത്തിവെച്ചു എന്നാണ് ഹമാസ് നേരത്തെ വ്യക്തമാക്കിയത്. ഇസ്രയേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്നാണ് ഹമാസിന്റെ ആരോപണം. ശനിയാഴ്ചയ്ക്കുള്ളിൽ എല്ലാ ബന്ദികളെയും വിട്ടയക്കണമെന്ന് ട്രംപ് ഒരു പ്രഖ്യാപനം നടത്തിയതിന് പിന്നാലെയാണ് ഹമാസ് ഇങ്ങനെ ഒരു വിഷയം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഹമാസിന്റെ പ്രഖ്യാപനം വെടിനിർത്തൽ കരാറിന്റെ പൂർണ്ണമായ ലംഘനമാണെന്നാണ് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സും പറയുന്നത്. ഏത് സാഹചര്യത്തെയും നേരിടാൻ തയ്യാറെടുക്കാൻ ഇസ്രയേൽ സൈന്യത്തോടും ആവശ്യപ്പെട്ടു. വീണ്ടും ഒരു ഭീകര യുദ്ധത്തിലേക്ക് ഇസ്രയേൽ പശ്ചിമേഷ്യൻ മേഖല കടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ഇത്തവണ യുദ്ധമുഖത്തേക്ക് കടക്കുമ്പോൾ അമേരിക്കയും തോളോട് തോൾ ചേർന്നുണ്ടാകുമെന്നാണ് ട്രംപിന്റെ വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ. അമേരിക്ക ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഗാസയിൽ പിന്നീട് പലസ്തീൻ ജനതയ്ക്ക് അവകാശമൊന്നും തന്നെ ഉണ്ടാകില്ല എന്നുള്ള നിലപാട് അമേരിക്കൻ പ്രസിഡന്റ് വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് ചെയ്യുന്നത്. ഫോക്സ് ന്യൂസിന് കൊടുത്തൊരു അഭിമുഖത്തിലാണ് ഇക്കാര്യം എടുത്തുകാട്ടിയത്. പലസ്തീനിൽ ശേഷിക്കുന്ന 20 ലക്ഷം ജനങ്ങൾക്ക് നല്ല രീതിയിലുള്ള പാർപ്പിട സൗകര്യം അറബ് രാജ്യങ്ങളിൽ നിന്നും ഒരുക്കുമെന്നാണ് ട്രംപ് വ്യക്തമാക്കിയത്. ജോർദൻ രാജാവ് അബ്ദുള്ള രണ്ടാമനുമായി വൈറ്റ് ഹൗസിൽ നടത്തുന്ന കൂടിക്കാഴ്ചയിൽ പലസ്തീനിലെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കണമെന്ന ആവശ്യം ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ചു. ഗാസ ഏറ്റെടുക്കുമെന്ന് നേരത്തെ തന്നെ ട്രംപ് പറഞ്ഞിരുന്നു. ഗാസ റിയൽ എസ്റ്റേറ്റ് സ്ഥലമാണെന്നും അമേരിക്ക അത് സ്വന്തമാക്കിയ ശേഷം മനോഹരമായി പുനർനിർമ്മിക്കുമെന്നുള്ള പ്രഖ്യാപനം കൂടിയാണ് ട്രംപിന്റെ വാക്കുകളിലൂടെ പ്രതിഫലിച്ചത്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലും ട്രംപ് ഗാസ ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരുന്നു. വൈറ്റ് ഹൗസിൽ വെച്ച് ഇസ്രയേൽ പ്രധാനമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലും ഇക്കാര്യം എടുത്തു പറഞ്ഞിരുന്നു. ഗാസയെ അമേരിക്ക ഏറ്റെടുക്കുമെന്നും പ്രദേശത്തെ എല്ലാ ബോംബുകളും ആയുധങ്ങളും ഭീകരരെയും നിർവീര്യമാക്കി സാമ്പത്തിക ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാണെന്നാണ് ട്രംപ് പറഞ്ഞത്. ഗാസയിൽ പുതിയ ഭവനങ്ങളും തൊഴിലുകളും സൃഷ്ടിക്കും. മധ്യപൂർവേഷ്യയുടെ കടൽ തീര സുഖവാസ കേന്ദ്രമാക്കി ഗാസയെ മാറ്റും. ഇത് വെറുതെ ഒന്നും പറയുന്നതല്ല, താൻ പങ്കുവച്ച ആശയം എല്ലാവർക്കും തന്നെ ഇഷ്ടമായി എന്നും ട്രംപ് പറഞ്ഞിരുന്നു. ഗാസയുടെ സുരക്ഷയ്ക്ക് വേണ്ടി അമേരിക്കൻ സൈനികരെ അങ്ങോട്ട് അയക്കേണ്ടി വന്നാൽ അതുപോലും ചെയ്യും. ഗാസയിൽ തുടരാനുള്ള പലസ്തീനികളുടെ ആഗ്രഹം ലോക നേതാക്കൾ തന്നെ മാനിക്കണമെന്നാണ് പലസ്തീൻ UN പ്രതിനിധി ഇതിന് പിന്നാലെ പ്രതികരിച്ചത്. തകർത്താലും ഗാസ തങ്ങളുടെ മാതൃരാജ്യമാണെന്നും ഇക്കൂട്ടത്തിൽ എടുത്തു പറയുകയുണ്ടായിരുന്നു. പലസ്തീനികളെ കുടിയൊഴിപ്പിക്കണമെന്ന നിർദ്ദേശം നിരസിക്കുന്നുവെന്ന് സൗദി അറേബ്യ അടക്കം പങ്കുവച്ച സാഹചര്യത്തിൽ ഇനി എന്താകും എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.